നമുക്ക് ഡെയിലി വരാറുള്ള മെസ്സേജസ് ഇത്തരത്തിലായിരിക്കും. വരുന്ന മെസ്സേജസിൻ്റെ അവസാനം PSGT ഇത്തരത്തിലുള്ള ലെറ്റേഴ്സ് കൂടി ഉണ്ടാവും. ഇതെന്തിനാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. പി എന്ന് പറയുന്ന മെസ്സേജസ് പ്രൊമോഷണൽ മെസ്സേജസ് ആയിരിക്കും. പ്രൊമോഷണൽ മെസ്സേജസ് എന്ന് പറയുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് മെസ്സേജസ് ആയിരിക്കും. അധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. എസ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് സർവീസ് ഓറിയൻറ്റഡ് മെസ്സേജസ് ആയിരിക്കും. നിങ്ങൾ വല്ല സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള മെസ്സേജസ് എസ് എന്ന് പറയുന്ന കാറ്റഗറിനകത്ത് വരും. ടി എന്ന് പറയുന്ന മെസ്സേജസ് നമുക്ക് ട്രാൻസാക്ഷണൽ മെസ്സേജസ് ആയിരിക്കും. ബാങ്ക് റിലേറ്റഡ് പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള മെസ്സേജസ് ടി എന്ന് പറയുന്ന കാറ്റഗറിനകത്ത് വരും. ജി എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ആയിരിക്കും. ജി എന്ന് പറയുന്ന കാറ്റഗറി വല്ല പാൻഡമിക് സിറ്റുവേഷൻ വരാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അലേർട്ട് സിസ്റ്റം ആയിട്ടുള്ള മെസ്സേജസ് എല്ലാം കംപ്ലീറ്റ്ലി ജി എന്ന് പറയുന്ന കാറ്റഗറിനകത്ത് വരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 3 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ വരാൻ പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല, അത്തരത്തിലുള്ള മെസ്സേജസ് എല്ലാതും ജി എന്ന് പറയുന്ന കാറ്റഗറീസിനകത്താണ് വരുന്നത്. ഓരോ അറിവും ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.